വ്യക്തിപരമായി പല ആരോപണങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 52 മാസം പിന്നിട്ട നഗരസഭാ ചെയർമാൻ എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നു, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വ്യാപകമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന പരാതികൾ. ആ പരാതികൾ പരിശോധിച്ചപ്പോൾ ആണ് അതിൻ്റെ നഷ്ടമായ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇന്ന് ഈ പട്ടണത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആലോചന ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള മുതലാളിയുടെ ഭാര്യയെ അടുത്ത തവണ മുനിസിപ്പൽ ചെയർപേഴ്സണാക്കാനായിട്ടുള്ള അണിയറ നീക്കങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ഓളപ്പണം വാങ്ങിയിട്ടാണ് ഈ നീക്കങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സന്ദർഭമാകുമ്പോൾ വാങ്ങിയ ആളെയും നൽകിയ ആളെയും വിശദമായി പറയാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് ആ അവിശുദ്ധ കൂട്ടുകെട്ടാളിന്റെ പല ആരോപണങ്ങളും ഈ പട്ടണത്തിനകത്ത് ഉന്നയിക്കുന്നു. രണ്ട് കാര്യങ്ങൾ വളരെ അക്കമിട്ട് പറയുന്നുണ്ട്. ഒന്ന്, 9-ാം വാർഡ്, നിലവിലുള്ള 9-ാം വാർഡിലെ ഒരു കാനൽ നിർമ്മാണമായി. അതൊരു തോട് സ്വകാര്യ വ്യക്തി കയ്യേറി എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിന്റെ ഭാഗമായി ഒരു കൂട്ടില് മാർച്ച് നടത്തി, ഒരു കൂട്ടില് സംഗമം നടത്തുകയാണ്, പുതുമുതൽ സംരക്ഷിക്കാനുള്ള സംഗമം നടത്തുകയാണ്. ഇനി മാർച്ച് നടത്തിയവരെ കുറിച്ചിട്ട് രാഷ്ട്രീയം അതില്ല. മാർച്ച് നടത്തിയവരുടെ സാമൂഹ്യ പ്രതിബദ്ധത കാണുമ്പോൾ അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, നാണയപ്പണം അളന്നു കൊടുത്താൽ മാത്രം സേവനം ചെയ്യുന്ന വ്യക്തികളാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനത്തിൽ ഇറങ്ങിക്കൊടുക്കുന്നത്. അവരുടെ നാടുകളുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു സേവനം അവർ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പകരമായ നാണയപ്പണം അളന്നു കൊടുക്കണം, എങ്കിൽ മാത്രമേ സേവനം ചെയ്യുന്ന സ്ഥിതി അവരുടെ ഭാഗത്ത് ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. അവരാണ് ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധത, പൊതുമുതലിനെ സംരക്ഷിക്കണം, പൊതുമുതലിനെ കൈകാര്യത്തിനെതിരെ ശബ്ദം ഉയർത്തണം എന്നുള്ള ആവേശത്തിൽ പ്രവർത്തിക്കുന്നത് കാണുന്നത്. ആ തോടിനെ സംബന്ധിച്ച് ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പരാമർശിച്ചു. എനിക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുള്ള ചീഫ് ടൗൺ പ്ലാനറുടെ 7 പത്രപ്രവർത്തകരോട് പരിശോധിച്ചു നോക്കാം. കഴിഞ്ഞ കൗൺസിലിൽ ഇതിനും ഈ വിഷയത്തെ കുറിച്ച് ഞാൻ വിശദീകരണം നൽകിയപ്പോൾ ആ കൗൺസിൽ ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്റെ വിശദീകരണം തൃപ്തികരമായിരുന്നു എന്നുള്ളതിന്റെ തെളിവില്ലത്. പാർലമെന്റിലും നിയമസഭയിലും വിശദീകരണം തൃപ്തിയാകാതെ വരുമ്പോഴാണല്ലോ അംഗങ്ങൾ പുറത്തിറങ്ങി പോകുന്നത്. പാർലമെന്റ് ബഹിഷ്കരിക്കുന്നതും നിയമസഭ ബഹിഷ്കരിക്കുന്നതും വിശദീകരണം തൃപ്തിയാകാതെ വരുമ്പോഴാണ്. ഇവിടെ ഞാൻ വിശദീകരണം നൽകിയതിനു സമാന നടപടികളുമായി യോജിച്ച് വളരെ സൗഹാർദ്ദമായിട്ടുള്ള കൗൺസിലാണ് കൂടിയത്. അപ്പൊ എന്റെ വിശദീകരണം തൃപ്തികരമായിരുന്നു എന്ന് കൗൺസിലിനെ ബോധ്യപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കൗൺസിലിന്റെ അധികം എന്ന നിലയിൽ ജനങ്ങളോട് ഉത്തരവാദിത്തം തന്നെ കൗൺസിലിനോട് എനിക്ക് ഉത്തരവാദിത്തം. രണ്ടാമത് ഒരു നെൽവയലെ നിരത്തുന്നതാണ് ആശയം. ഞാൻ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ലോക്കൽ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്നത് കേട്ടു. ഞാൻ പറയുന്നത് ഭരിക്കുന്ന കക്ഷിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് പറയുന്നത്. അവർക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തിയും രാഷ്ട്രീയ സ്വാധീനവും ചെയ്യാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ ഈ ചണ്ടിപ്പിരി പാടത്ത് മണ്ണ് റവന്യൂ വകുപ്പിനെ കൊണ്ട് മാറ്റിച്ചതുപോലെ ഇത് മാറ്റിക്കാൻ എന്താണ് ഒരു വൈകുന്നതെന്ന് പരിശോധിക്കും. എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല? അവർക്ക് നീക്കം ചെയ്തുകൂടെ? അവർക്ക് അധികാരമുള്ളതല്ലേ? അവർക്ക് വകുപ്പ് അവരുടെ കയ്യിലല്ലേ? മുഖ്യമന്ത്രി അവരുടെ കയ്യിലല്ലേ? റവന്യൂ വകുപ്പ് മന്ത്രി മുന്നണിയിലല്ലേ? ഇത് സംരക്ഷിക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ്ണ നടക്കണം. അപ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, 25-30 കൊല്ലം പഴക്കമുള്ള വലിയ തെങ്ങുകൾ നിൽക്കുന്ന, അനുവാദം ചോദിച്ചാൽ കിട്ടാനൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ഭൂമിയാണ്. എന്റെ ഓർമ്മയിൽ ഇതുവരെ അവിടെ ഒരു നെൽകൃഷി നിങ്ങൾക്കുണ്ടാവില്ല ഓർമ്മ, നെൽകൃഷി ചെയ്ത ഓർമ്മയില്ല. ഇന്ന് ആ ചെറിയ പാടം നെൽകൃഷിക്ക് അനുയോജ്യമല്ല. കാരണം അത് ഇറിഗേഷൻ സൗകര്യം നെൽകൃഷി ചെയ്യാൻ പറ്റില്ല. ഒരു കൃഷിയും ചെയ്യാനായിട്ട് സാധിക്കില്ല. നെൽകൃഷി ഒട്ടും ചെയ്യാൻ പറ്റില്ല. നെൽകൃഷി ചെയ്യണമെങ്കിൽ ഇറിഗേഷൻ സൗകര്യമാണ്, ജലനിർഗമന സൗകര്യം ഏർപ്പെടുത്താൻ പറ്റിയാൽ മാത്രമേ ഒരു വ്യക്തിക്കും നെൽകൃഷി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്ത ഒരു നെൽവയലാണെന്ന് പറഞ്ഞ് സംരക്ഷിക്കണം. ഞാൻ രണ്ടാമതോട് പറയട്ടെ, നഗരസഭയുടെ തീരുമാനം സ്വകാര്യ വ്യക്തിക്ക് മാലിന്യം കൊടുക്കാൻ, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് നിരത്താനല്ല ഞങ്ങളുടെ തീരുമാനം.
ഞങ്ങൾ മാലിന്യം കൊടുക്കുന്നു. നിയമപരമായിട്ട് ആ സ്വകാര്യ വ്യക്തിക്ക് ആ മാലിന്യം അവരുടെ പറമ്പിൽ നിക്ഷേപിക്കാൻ പറ്റുക, അവർക്ക് നിക്ഷേപിക്കാം. മുനിസിപ്പാലിറ്റിക്ക് ആളെ യാതൊരു ഉത്തരവാദിത്തമില്ല. മുനിസിപ്പൽ കൗൺസിലിന്റെ തീരുമാനമാണ് ടൗണിന്റെ 5 കിലോമീറ്റർ ചുറ്റളവില് സ്വകാര്യ വ്യക്തി ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഞങ്ങൾ മാലിന്യം എത്തിച്ചു കൊടുക്കുന്നു. മാലിന്യം നിക്ഷേപിക്കുന്നതിന്റെ കുറവ് പോരായ്മയും പൈസ കൊടുത്ത് പരിഹാരം മാറ്റാം. നമുക്ക് തടസ്സമില്ലേ? പക്ഷെ നാളിന് വരെയായി ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പരാതി തോന്നുന്നതല്ലാതെ ഇത് തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറെ ആയതാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുറെ മാസ് പെറ്റീഷൻ തന്നതല്ലാതെ ഒരു കാലത്ത് ആ മാലിന്യങ്ങളോ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് പരാതിയിൽ കൗൺസിലർ ലഭിച്ചു. ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദൈന്യത ആരംഭിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കുഴമ്പാണിക്ക് ദേവസ്വത്തിന്റെ കിഴക്കേണ്ടതിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഏറ്റവും സീനിയറായിട്ട് 2 മന്ത്രിമാരും പങ്കെടുക്കുന്ന ചടങ്ങിൽ 25 ആളെ പോലും സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യത്തിനും മാറി പറഞ്ഞാൽ ആ പാർട്ടികളുടെ മുന്നിലെ സ്ഥിതി വളരെ ദയനീയമാണ്. ആ കട്ടില് കണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്ത് നെറികെട്ട പ്രവർത്തനം നടത്താമെന്ന് തീരുമാനിക്കും. ഈ പത്രത്തിൽ ജനങ്ങൾ തിരിച്ചറിയും. ഇനിയെങ്കിലും മാർക്സിസ്റ്റ് നേതൃത്വം ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഏർപ്പെടുത്തുന്ന നേതാക്കന്മാർക്ക് താക്കീത് നൽകി അവർ ആ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിപ്പിക്കണം എന്നതിന് സ്നേഹം പോലും മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം